ഹായ് ഓൾ, നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള മാവാണ് ഞാനിപ്പോൾ അരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ദോശയ്ക്കുള്ള മാവാണേ. അപ്പോൾ ദോശയ്ക്ക് ഞാൻ കുറച്ച് ദിവസം അപ്പമായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയ്ക്ക് ആട്ടാനിടാമെന്ന് വിചാരിച്ച് ഞാൻ ആട്ടാൻ രാവിലെ തന്നെ ഇട്ടു. എന്നിട്ട് ഞാൻ അപ്പോൾ അരയ്ക്കുകയാണ്. അരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് രാത്രിയത്തുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ നേരത്തെ ജോലി ഒതുക്കി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. ഓരോ ദിവസം ഓരോ മൈൻഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അരച്ചതിന് ശേഷം മാവെല്ലാം ഒഴിക്കുമ്പോൾ തന്നെ ഈ ഒരു ചെറിയൊരു പത പോലെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നല്ല പുളിച്ച് കറക്റ്റായിട്ട് പൊങ്ങി വരും കേട്ടോ. പിന്നെ ഞാൻ എല്ലാം കൊണ്ടുപോയി കഴുകാനായിട്ട് ഇട്ടു. ഇത് കഴുകുന്നതാണ് ഒരു ടാസ്ക്. ഈ പാത്രം നമുക്ക് ജോലി എന്ത് വേണം ചെയ്യാം, പക്ഷേ പാത്രം കഴുകുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്നെ സംബന്ധിച്ച്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തിക്ക് മാവ് ആശീർവാദിൻ്റെതാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളവും തളിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ, പെരട്ടി വെച്ച ചിക്കനായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ വിചാരിച്ചു അതൊരു രാത്രി എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലല്ലേ അലിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ 2 പാനിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒന്നിലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആകും. അപ്പോൾ അമ്മയാണ് എനിക്കിതിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി കുഴച്ചതെല്ലാം പരത്തിയതിന് ശേഷം പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒന്ന് തളയതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 2ലായിട്ട് ചൂടുമ്പോൾ നമ്മുടെ ജോലി പെട്ടെന്ന് തീരും കേട്ടോ. നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചപ്പാത്തി എല്ലാം റെഡിയാക്കി കണ്ട നല്ല അടിപൊളി ചപ്പാത്തി റെഡിയായി. അതിനുശേഷം ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പാനൊക്കെ വെച്ചു. അതിനുശേഷം സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ടിടാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈയും കൂടെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലി പകുതി തീർന്നു. അങ്ങനെ ഞാൻ പടപടാ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഈ ഫുഡ് രാത്രിത്തുള്ള ഒതുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തീ സിമ്മിലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. തീ കൂട്ടിയിടുമ്പോൾ വേവത്തുമില്ല, എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ചിട്ടാകുമ്പോൾ അവിടെ കിടന്ന് കുറച്ച് ടൈം എടുത്ത് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചിക്കൻ ഇട്ടിട്ട് ഞാൻ പോയി വേറെ എന്തെങ്കിലും മൊബൈലിൽ കുത്തുകയോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഞാൻ ചെയ്യും. അപ്പോൾ ചിക്കനൊക്കെ ഏതാണ്ടൊക്കെ റെഡിയായി 2 സ്റ്റെപ്പായിട്ടിട്ട് ചെയ്യണമായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ ഓൾമോസ്റ്റ് എല്ലാ ജോലിയും വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. ഒതുങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ചെന്ന് റെസ്റ്റ് എടുക്കാമെന്നോ വിചാരിച്ചിട്ടാണ് ജോലിയെല്ലാം തീർക്കുന്നത്. ചിക്കൻ്റെ മണം അടിച്ച് 2 പേരും അല്ലു നിച്ചു ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിട്ടില്ല, ആവുമ്പോൾ ഞാൻ തരാം. ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏതൊരു വീട്ടിലായാലും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. മണമൊക്കെ സഹിക്കാൻ വയ്യാതെ അതെല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ, ഒരാൾക്ക് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ലെഗ് പീസ് അമ്മ എനിക്ക് വേണമെന്ന് ആദ്യമേ അല്ലു പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലുവിനുള്ള ലെഗ് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ലെഗ് പീസ് ഞാൻ പൊരിക്കുകയാണെങ്കിൽ അത് അല്ലുവിനാണ് ആദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനൊരു പിണക്കമായിരിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിന് തന്നെയാണ് കൊടുക്കുന്നത്, ഞങ്ങൾ എടുക്കാറില്ല. പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാ ബാക്കി വരുന്ന ചിക്കനും കൂടെ ആ ബാക്കി എണ്ണയിലിട്ട് പൊരിച്ച് പെട്ടെന്ന് എടുക്കുകയാണ്. അതിനിടയിൽ നിച്ചു വന്ന് പറഞ്ഞു ഒരു ബുൾസ ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരെണ്ണമായിട്ട് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ 2 പേർക്ക് അല്ലുവിനും നിച്ചുവിനും ഓരോ ബുൾസ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ ചെറിയ പാൻ വെച്ചിട്ട് അതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും കൂടെ സ്പ്രെഡ് ചെയ്ത് പാത്രത്തിലാക്കി അങ്ങ് കൊടുക്കും. ചിലർ പെപ്പർ പൗഡറൊക്കെ ഇടും, നമുക്ക് വലിയവർക്കാണെങ്കിൽ അങ്ങനെ ഇടാം. കുഞ്ഞു കുട്ടികൾ കഴിക്കുന്നവരുണ്ട്, പക്ഷേ അല്ലുവിനും നിച്ചുവിനും പെപ്പർ പൗഡർ ഇടേണ്ട ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. അങ്ങനെ അവർക്ക് ഫുഡ് കൊണ്ടുകൊടുത്തു. അപ്പോൾ അല്ലുവും നിച്ചുവും ഒക്കെ ഫുഡ് കഴിച്ചു. അതിനുശേഷം പിന്നെ ഞാനൊരു വാട്ടർമെലൺ ഉണ്ടായിരുന്നു കേട്ടോ. ആ വാട്ടർമെലൺ താഴെ വീണു. ഞാൻ വാങ്ങിയതിൻ്റെ അന്ന് അത് താഴെ വീണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 3ൻ്റെ അന്ന് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരു സ്മെല്ല്, ഞാനതാ ഇങ്ങനെ മണപ്പിച്ച് നോക്കുന്നത്, ഒരു സ്മെല്ലായതുകൊണ്ട് ഞാൻ ആ വാട്ടർമെലൺ എല്ലാം കൊണ്ട് കളഞ്ഞു. എന്നുവെച്ചാൽ ആ ഒരു സ്മെല്ലായിട്ട് ഇരിക്കുന്നത് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ കൊള്ളത്തില്ല. അതുകൊണ്ട് പിന്നെ ജ്യൂസ് അടിച്ചില്ല. അതുകൊണ്ട് ഇന്ന് ജ്യൂസ് കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നും ജ്യൂസ് കുടിക്കുമെന്നല്ല, സാധനം എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ജ്യൂസ് അടിച്ച് നമ്മളെല്ലാവരും കൂടെ കുടിക്കും. പിന്നെ കുറേ പാത്രം ഉണ്ടായിരുന്നു. പാത്രം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, പാത്രം കഴുകണതാണ് ഏറ്റവും വലിയ ടാസ്ക്. വേറെ എന്ത് വേണോ ചെയ്യാം, പക്ഷേ ഒരു 100 പാത്രം കാണും. പിന്നെ അതെല്ലാം കഴുകി എനിക്ക് ഏറ്റവും ദേഷ്യം വേറെ ഒന്നുമില്ല, എൻ്റെ ഡ്രസ്സ് നനയും. ഞാൻ എൻ്റെ ബനിയൻ കണ്ടോ ഇങ്ങനെ പൊക്കി പാൻറ്റിൻ്റെ ഇടയിൽ കൂടെ വെച്ചിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞ് എനിക്ക് കുളമായി തരും. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ ആ തുണി മാറ്റണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്തു, നന്നായിട്ട് വൃത്തിയാക്കി. പിന്നെ ചിക്കനും ചപ്പാത്തിയും കൂടി കഴിച്ചതിന് ശേഷം വന്ന് കിടന്നപ്പോൾ നല്ല അടിപൊളി മഴ.